കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡാറ്റ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് എന്നൊക്കെ ബ്രീഫായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡാറ്റയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഡാറ്റ എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി ദ സെറ്റ് ഓഫ് കളക്റ്റഡ് ഇൻഫർമേഷനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുക. ഇറ്റ് മേ കൺസിസ്റ്റ് ഓഫ് ഗ്രാഫ്സ്, ഡയഗ്രാംസ് ഓർ എന്തെങ്കിലും നമ്മൾ കളക്ട് ചെയ്ത എല്ലാ സെറ്റ് ഓഫ് ഇൻഫർമേഷനും നമ്മൾ ഡാറ്റ എന്നാണ് പറയുന്നത്. ഡാറ്റ പറയുന്നത് ഏതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേയിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത വേറൊരു കാര്യം എന്തായിരുന്നു, ഡാറ്റ രണ്ട് ടൈപ്പ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റനെ നമുക്ക് ന്യൂമറിക്കൽ ഡാറ്റ എന്നും വിളിക്കാം, ക്വാളിറ്റേറ്റീവ് ഡാറ്റനെ കാറ്റഗറിക്കൽ ഡാറ്റ എന്നും വിളിക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റനെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം, ഡിസ്ക്രീറ്റ് ഡാറ്റ, കണ്ടിന്യൂസ് ഡാറ്റ. നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്, അത് മെഷർ ചെയ്യുന്നതിൻ്റെ ബേസിലാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ഡാറ്റ, കണ്ടിന്യൂസ് ഡാറ്റ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്നത്. ഡിസ്ക്രീറ്റ് ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അതിനെ ഡിസ്ക്രീറ്റ് ഡാറ്റ എന്ന് പറയും. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റയാണെങ്കിൽ നമ്മളതിനെ കണ്ടിന്യൂസ് ഡാറ്റ എന്ന് പറയും. ലെങ്ത്, വെയ്റ്റ്, ടെമ്പറേച്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ഡാറ്റയിലാണ് വരിക. പിന്നെ ക്വാളിറ്റേറ്റീവ് ഡാറ്റയെ നമ്മൾ പറഞ്ഞ ആട്രിബ്യൂട്ട് എന്ന് വിളിക്കും, പിന്നെ നമ്മൾ കാറ്റഗറിക്കൽ ഡാറ്റ എന്ന് വിളിക്കും. ഈ കാറ്റഗറീസ് രണ്ട് കാറ്റഗറീസ് ആയിട്ട് നമുക്ക് ക്വാളിറ്റേറ്റീവ് ഡാറ്റയെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ആണ് നോമിനൽ ഡാറ്റ, സെക്കൻഡ് വൺ ഓർഡിനൽ ഡാറ്റ. നോമിനൽ ഡാറ്റ എന്ന് വെച്ചാൽ നമുക്ക് ജെൻഡർ, കളർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നോമിനൽ ഡാറ്റയിൽ വരിക. ഫീമെയിൽ, മെയിൽ, ട്രാൻസ്ജെൻഡർ. കളേഴ്സ് ആണെങ്കിൽ ബ്ലൂ, റെഡ്, ഗ്രീൻ, ഓറഞ്ച്, വയലറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളേഴ്സ് കൊടുത്ത് ചൂസ് ചെയ്യാനുള്ളത്. നമ്മളെ ഹെയറിൻ്റെ കളർ എന്താണ്, അല്ലെങ്കിൽ കണ്ണിൻ്റെ കളർ എന്താ, അങ്ങനത്തെ ഒക്കെ ഓരോ സർവീസ് വരുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് ഈ നോമിനൽ ഡാറ്റ എന്ന് പറയുന്നത്. ഓർഡിനൽ ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർഡറാണ് യൂസ് ചെയ്യുക. ഓർഡർ യൂസ് ചെയ്യുന്ന ഇതിനാണ് ഓർഡിനൽ ഡാറ്റ എന്ന് പറയാം. ഒന്നെങ്കിൽ എഗ്രി, സ്ട്രോങ്ലി എഗ്രി, ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി അങ്ങനത്തെ ഓരോ കാര്യങ്ങളില്ലേ, അല്ലെങ്കിൽ ഓൾവേസ്, യൂഷ്വൽ, സംടൈംസ്, റെയർലി, നെവർ അങ്ങനത്തെ ഒരു ഫോർമാറ്റിനാണ് നമ്മൾ ഓർഡിനൽ ഡാറ്റ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്ക്രീറ്റ് വേരിയബിളും കണ്ടിന്യൂസ് വേരിയബിളും എന്താണെന്നുള്ളതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു വേരിയബിൾ ദാറ്റ് അസ്യൂംസ് എ ഫൈനൈറ്റ് നമ്പേഴ്സ്. പെർട്ടിക്കുലർ ഫൈനൈറ്റ് ആയിട്ടുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയാം. കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുമ്പോൾ അതൊരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. നമുക്ക് പറയാൻ പറ്റില്ല കണ്ടിന്യൂസ് ഡാറ്റ എന്ന് പറയുമ്പോൾ ഇൻഫൈനൈറ്റ് നമ്പേഴ്സ് അത് അസ്യൂം ചെയ്യാൻ പറ്റും, അതിൻ്റെ ഉള്ളിലുള്ള ഏത് നമ്പേഴ്സ് വേണമെങ്കിലും അസ്യൂം ചെയ്യാം. പക്ഷേ ഡിസ്ക്രീറ്റ് ആകുമ്പോൾ അതൊരിക്കലും ഓവർലാപ്പ് ചെയ്യില്ല, വാല്യൂസൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ. ബട്ട് കണ്ടിന്യൂസിൻ്റെ കേസിൽ അങ്ങനെയല്ല, കണക്റ്റഡ് പോയിൻറ്റ്സ് ആയിരിക്കും. പിന്നെ അതിൻ്റെ വാല്യൂസൊക്കെ എന്ന് പറയുന്നത് ഓവർലാപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനത്തെ ഓരോന്നാണ് കണ്ടിന്യൂസും ഡിസ്ക്രീറ്റും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞ് ഡാറ്റ ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ഉണ്ട്, ന്യൂമറിക്കൽ ഡാറ്റ, കാറ്റഗറിക്കൽ ഡാറ്റ, ഡിസ്ക്രീറ്റ് വേരിയബിൾ, കണ്ടിന്യൂസ് വേരിയബിൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണ് വേരിയബിൾ? വേരിയബിൾ എന്താണെന്ന് അറിയണ്ടേ? വേരിയബിൾ എന്ന് പറയുന്നത് അതൊരു ക്വാണ്ടിറ്റിയാണ് വിച്ച് വേരീസ് ഫ്രം വൺ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ ടു അനദർ വിത്തിൻ എ ഗിവൻ സെറ്റ് ഓഫ് വാല്യൂസ് കോൾഡ് ഇറ്റ്സ് ഡൊമെയിൻ. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഗിവൻ സെറ്റ് ഓഫ് വാല്യൂസാണ് നമ്മൾ ഡൊമെയിൻ എന്ന് വിളിക്കുന്നത്. ഈ വേരിയബിൾ എന്ന് പറയുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി ഓരോ ഇൻഡിവിജ്വൽ ഒബ്സർവേഷനിൽ എത്തുമ്പോഴും അത് മാറിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സ് എന്ന് വിളിക്കുകയാണ്, ഒരാളെ മാർക്ക് എന്ന് പറയുന്നത് എക്സ് ആണെന്ന് നമ്മൾ മാർക്ക് എന്ന് പറയുന്ന എക്സ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, എക്സ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എൻ്റെ മാർക്ക് എന്ന് പറയുന്നത് വേരി ചെയ്യൂല. ബീൻ്റെ മാർക്ക് എന്ന് പറയുമ്പോൾ എക്സ്, ഇവിടെയുള്ള എൻ്റെ മാർക്കിലുള്ള എക്സ് എന്ന് പറയുന്നത് ബീൻ്റെ മാർക്കിലുള്ള എക്സും ഡിഫറെൻ്റ് ആയിരിക്കും, വേരി ചെയ്യും. അതാണ് വേരിയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ വേരിയബിൾ ഹൂസ് ഡൊമെയിൻ റീറ്റെയിൻസ് ഓൺലി വൺ വാല്യൂ ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ. ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഈ ഡൊമെയിനിലുള്ള ആ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യാതെ സെയിം ആയി തന്നെ നിൽക്കുമ്പോഴാണ് അതിനെ നമ്മൾ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എ പെർട്ടിക്കുലർ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് എ വേരിയബിൾ ഫ്രം എ ഗിവൺ ഡൊമെയിൻ ഓഫ് വാല്യൂസ് ഇസ് കോൾഡ് വേരിയറ്റ്. ഒരു വേരിയബിളിൻ്റെ പെർട്ടിക്കുലർ
പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ന്യൂമറിക്കൽ വാല്യൂവിനെയാണ് നമ്മൾ വേരിയേറ്റ് എന്ന് പറയാം. ഈ വേരിയേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് വേരിയേറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സിൻ്റെ വേജസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ വേജസ് എന്ന് പറയുന്നതാണ് നമ്മൾ വേരിയബിളായിട്ട് ചൂസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിൽ ഉള്ള ആൾക്കാരെ വേജസിൻ്റെ മീൻ ഡിനോട്ട് ചെയ്യുന്നതാണ് വേരിയേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, ബട്ട് നമുക്ക് അതിൻ്റെ പ്രസൻസ് ഒക്കെ കൗണ്ട് ചെയ്യാൻ പറ്റും, പ്രസൻസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡാറ്റ എന്താണെന്ന് ഡിസ്കസ് ചെയ്ത്, ഡാറ്റയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയിൽ വരുന്നതാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ, കണ്ടിന്യൂസ് വേരിയബിൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വേരിയബിൾ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. വേരിയബിൾ എന്ന് വെച്ചാൽ എന്താണ്? വേരി ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വൽ ഒബ്സർവേഷനിലും വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ വേരിയബിൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. കോൺസ്റ്റൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? പെർട്ടിക്കുലർ വാല്യൂ, ഒരു സ്പെസിഫിക് സിറ്റുവേഷനിലുള്ള വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ്, അതേ സെയിം വാല്യൂവിനായി റിട്ടേൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് എന്ന് പറയാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാറ്റഗറീസ് ഓഫ് ഡാറ്റ ആണ്. ക്വാളിറ്റേറ്റീവ് ഡാറ്റേൻ്റെ കേസിലുള്ള ഡിസ്ക്രീറ്റും കണ്ടിന്യൂസ് വേരിയബിളും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോക്കി. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വാളിറ്റേറ്റീവ് ഡാറ്റനെ നമുക്ക് എങ്ങനെയൊക്കെ കാറ്റഗറൈസ് ചെയ്യാം എന്നുള്ളതാണ്. ക്വാളിറ്റേറ്റീവ് ഡാറ്റയിൽ ഡിസ്ക്രീറ്റ് കേസിൽ വരുന്നതാണ് നോമിനൽ ഡാറ്റയും ഓർഡിനൽ ഡാറ്റയും. നോമിനൽ ഡാറ്റ എന്ന് പറയുന്നത് നെയിമിൽ മാത്രമായിരിക്കും അത് ന്യൂമറിക്കൽ എന്നുള്ളതിൽ സ്പെസിഫിക് ആയിട്ടുള്ളതിൽ ഉണ്ടാവുക. ജെൻഡർ ഇപ്പോൾ നമ്മൾ മെയിൽ ഫീമെയിൽ എന്നുള്ളത് 0 1 അങ്ങനെ കറസ്പോണ്ടിങ്, മെയിലിന് കറസ്പോണ്ടിങ് ആയിട്ട് 0, ഫീമെയിലിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 അങ്ങനെ മാർക്ക് ചെയ്യുന്നതാണ് നോമിനൽ കേസിൽ വരുന്നത്. അപ്പോൾ ഈ നോമിനൽ ഡാറ്റ എന്നുള്ളത് പേരിൽ മാത്രമാണ് ന്യൂമറിക്കലായിട്ട് വരുന്നത്. ഈ മെഷർമെൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനോ മൾട്ടിപ്ലൈ ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഇതിൻ്റെ അണ്ടറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് കൗണ്ട് ചെയ്യുക, എത്ര ഫീമെയിൽ ഉണ്ട് എത്ര മെയിൽ ഉണ്ട് എന്നുള്ളതിൽ കൗണ്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നോമിനൽ ഡാറ്റേൻ്റെ അണ്ടറിൽ വരുന്ന യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഓർഡിനൽ ഡാറ്റ എന്നുള്ളതാണ്. ഓർഡിനൽ വെച്ചാൽ ഓർഡർ എന്നുള്ളതാണ് ഓർഡിനലിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു എഗ്രി, ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി, അല്ലെങ്കിൽ സ്മോൾ, മീഡിയം, ലാർജ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ് ഓർഡിനലിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. പ്രിഫറൻസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന പ്രിഫറൻസിൻ്റെ അല്ലെങ്കിൽ റാങ്കിങ് മെത്തേഡ് അങ്ങനത്തേനൊക്കെ നമ്മൾ മെയിനായിട്ട് ഓർഡിനൽ ഡാറ്റ യൂസ് ചെയ്യുന്നത്. ഓർഡിനൽ സ്കെയിൽ ഓഫ് മെഷർ എന്ന് പറയുന്നത് നോമിനൽ സ്കെയിൽ ഓഫ് മെഷറിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്, കുറച്ച് ഹൈ ലെവലാണ്. അപ്പോൾ ഈ നോമിനൽ മെഷർമെൻറ്റിലുള്ള സാധനമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഓർഡിനൽ മെഷർമെൻറ്റ്സിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് നമ്മൾ ഓർഡിനൽ മെഷർമെൻറ്റിൽ യൂസ് ചെയ്യുന്നതൊന്നും നമുക്ക് നോമിനൽ മെഷർമെൻറ്റിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിന് മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഓർഡിനൽ ഡാറ്റയെ നമുക്ക് നോമിനലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ സ്മോൾ, മീഡിയം, ലാർജ് ഉള്ളതൊക്കെ നമുക്ക് 0 1 2 അങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നോമിനൽ കേസിലുള്ളതിനെ നമുക്ക് ഓർഡിനലാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻ്റർവെലാണ്. ഇൻ്റർവെൽ ഡാറ്റ. ഇൻ്റർവെൽ ഡാറ്റയും റേഷ്യോ ഡാറ്റ എന്നുള്ളത് കണ്ടിന്യൂസ് വേരിയബിളിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇൻ്റർവെൽ ഡാറ്റയിൽ നമുക്ക് ഓരോ ടെമ്പറേച്ചർ ഇൻ്റർവെല്ലാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. മെയിനായിട്ട് ടെമ്പറേച്ചർ നമ്മൾ സെൽഷ്യസ് എന്നുള്ളതിൽ ഡിനോട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇൻ്റർവെല്ലിൽ വരിക. റേഷ്യോയിൽ വരുന്നതാണ് ടൈം, ടെമ്പറേച്ചർ ഇൻ കെൽവിൻ, ഡോളർ, അതൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് തന്നെ. ബട്ട് നമുക്ക് ഇൻ്റർവെല്ലും റേഷ്യോയും ഇപ്പോൾ നമുക്ക് നോക്കാനില്ല. നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് നോമിനൽ ഡാറ്റയും ഓർഡിനൽ ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. നെക്സ്റ്റ്, ഈ നോമിനൽ ഡാറ്റയും ഓർഡിനൽ ഡാറ്റയും നമുക്ക് രണ്ടായിട്ട് എഗെയിൻ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് ബൈനറി
നോൺ ബൈനറി എന്നുള്ളതിലാണ്. ബൈനറി എന്ന് വെച്ചാൽ 2 പോസിബിൾ വാല്യൂസ് ഉള്ളതാണ് ബൈനറിയിൽ വരുന്നത്. ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ യെസ് ഓർ നോ അല്ലെങ്കിൽ 0 1 അങ്ങനത്തെ കേസസ് ഒക്കെയാണ് ബൈനറിയിൽ വരുന്നത്. ഓർഡിനറിയിലാവുമ്പോൾ യെസ് ഓർ നോ 0 1 പകരം അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് അങ്ങനത്തെ ടേംസ് നമ്മൾ യൂസ് ചെയ്യാം. അങ്ങനെയുള്ളതാണ് ഓർഡിനറിയിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് 4 ടൈപ്സ് ഓഫ് ഡാറ്റ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. മെയിൻലി ഡാറ്റ എന്ന് പറയുന്നത് 4 ടൈപ്പ് ഡാറ്റ ആണ് ഉള്ളത്. ടൈം സീരീസ് ഡാറ്റ, ക്രോസ് സെക്ഷൻ ഡാറ്റ, പൂൾഡ് ഡാറ്റ. 4th വൺ പാനൽ. അത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനില്ല, പഠിക്കാനില്ല ഡീറ്റെയിൽ ആയിട്ട്. നമുക്ക് ടൈം സീരീസ് ഡാറ്റയും ക്രോസ് സെക്ഷൻ ഡാറ്റയും പൂൾഡ് ഡാറ്റയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. Time series data. A time series is a set of observation on a values that a variable takes at different times. Different time points ഒരു വേരിയബിൾ എടുക്കുന്ന സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ആണ് നമ്മൾ ടൈം സീരീസ് എന്ന് പറയുന്നത്. ഈ ടൈം സീരീസ് ഡാറ്റ എന്ന് പറഞ്ഞാൽ റെഗുലർ ഇൻ്റർവെൽസിൽ കളക്ട് ചെയ്യുന്ന ഡാറ്റ ആയിരിക്കണം. റെഗുലർ ഇൻ്റർവെൽസ് വെച്ചാൽ ഒന്നെങ്കിൽ ഡെയിലി ബേസിസ് അല്ലെങ്കിൽ വീക്ക്ലി ബേസിൽ, മന്ത്ലി ബേസിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഡെയിലി ടൈം സീരീസ് ഡാറ്റയിൽ വരാം. അപ്പോൾ നമ്മൾ ഈ ടൈം സീരീസ് ഡാറ്റ ചൂസ് ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഒന്നെങ്കിൽ 10 ഇയേഴ്സിൽ ഉള്ള ഡാറ്റ അങ്ങനത്തെ ഒക്കെ ആവണം. അപ്പോഴാണ് ടൈം സീരീസ് ഡാറ്റ ആവുക. ടൈം ബേസിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഒബ്സർവേഷനെയാണ് നമ്മൾ ടൈം സീരീസ് ഡാറ്റ എന്ന് പറയാം. ടൈം സീരീസ് ഡാറ്റയ്ക്ക് ഓരോ ടൈമിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ടൈം സീരീസ് ഡാറ്റയിൽ നമ്മൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡൊന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ വെച്ചാൽ ട്രെൻഡ്സ് ആൻഡ് സീസണാലിറ്റിയാണ്. ട്രെൻഡ്സ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 5 കൊല്ലത്തെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ സെയിലിൻ്റെ ഡാറ്റയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത് ഓരോ കൊല്ലം കൂടുമ്പോഴും ആ പ്രോഡക്റ്റിൻ്റെ സെയിൽ ഇൻക്രീസ് ചെയ്യുകയാണോ ഡിക്രീസ് ചെയ്യുകയാണോ അങ്ങനെ നോക്കുന്നതാണ് ട്രെൻഡ് എന്ന് പറയുന്നത്. സീസണാലിറ്റി എന്ന് വെച്ചാൽ ഓരോ സീസണിനനുസരിച്ച് ആ പ്രോഡക്റ്റിന് സെയിൽ ഇൻക്രീസ് ചെയ്യുക ഡിക്രീസ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ ഒക്കെ വരിക, അതാണ് സീസണാലിറ്റിയിൽ ചെക്ക് ചെയ്യുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ടൈം സീരീസിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് ടൈം സീരീസ് ഡാറ്റയെ പറ്റി നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ക്രോസ് സെക്ഷണൽ ഡാറ്റ എന്താണെന്ന് നോക്കാം. ക്രോസ് സെക്ഷൻ ഡാറ്റ എന്ന് വെച്ചാൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ സാമ്പിൾ യൂണിറ്റ്സിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് ക്രോസ് സെക്ഷൻ ഡാറ്റ എന്ന് പറയുന്നത്. ഈ ക്രോസ് സെക്ഷൻ ഡാറ്റയിൽ നമുക്ക് ചൂസ് ചെയ്യുന്ന സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇൻഡിവിജ്വൽസ് ആവാം, ഹൗസ് ഹോൾഡ്സ് ആവാം, സിറ്റീസ് ആവാം, ഫേംസ് ആവാം, ഏത് വേരിയബിളും എന്ത് വെറൈറ്റി ഓഫ് ഐറ്റംസും ആവാം. ബട്ട് അതൊക്കെ എടുക്കുന്ന ഒരു ഗിവൺ പോയിൻ്റ് ഓഫ് ടൈമിൽ ആയിരിക്കണം. അങ്ങനെയുള്ളതാണ് ക്രോസ് സെക്ഷൻ ഡാറ്റ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ക്രോസ് സെക്ഷൻ ഡാറ്റ എന്ന് പറയുന്നത് ഒരു സെയിം ടൈം പോയിന്റിൽ നമ്മൾ 1 or more വേരിയബിൾസ് പറ്റിയുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് ക്രോസ് സെക്ഷൻ ഡാറ്റ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായി നമുക്ക് എന്ത് പറയാം, സെൻസസ്, പോപ്പുലേഷൻ സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത് എല്ലാ 10 വർഷവും പോപ്പുലേഷൻ സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത് ഒരു ക്രോസ് സെക്ഷൻ ഡാറ്റയാണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് നമുക്ക് പൂൾഡ് ഡാറ്റ എന്താണ്, പാനൽ ഡാറ്റ എന്താണെന്നുള്ളത് നോക്കാം. In pooled or combined data are the elements of both time series and cross section data. Pooled and combined data എന്ന് പറയുന്നത് എന്താണ്, ബോത്ത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ടൈം സീരീസ് ഡാറ്റയും ക്രോസ് സെക്ഷൻ ഡാറ്റയും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതിനാണ് പൂൾഡ് ഓർ കമ്പൈൻഡ് ഡാറ്റ എന്ന് പറയുന്നത്. ടൈം സീരീസ് ഡാറ്റയിൽ എന്താണുള്ളത്, നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈം പീരിയഡിൽ അല്ലെങ്കിൽ ഓവർ എ ടൈം പീരിയഡിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന സെറ്റ് ഓഫ് ഒബ്സർവേഷനാണ് ടൈം സീരീസ് ഡാറ്റ എന്ന് പറയുക. ക്രോസ് സെക്ഷൻ ഡാറ്റ എന്ന് പറയുന്നത് അതും ഒരു ടൈം പീരിയഡിൽ കളക്ട് ചെയ്യുന്നതാവണം. ആൻഡ് ഓൾസോ 1 or more വേരിയബിൾസിനെ ബേസ് ചെയ്തിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് ക്രോസ് സെക്ഷൻ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷനാണ്
നമ്മൾ പൂൾഡ് ഡാറ്റ എന്ന് പറയുന്നത്. പിന്നെ പൂൾഡ് ഡാറ്റൻ്റെ ഒരു സ്പെഷ്യൽ ടൈപ്പാണ് പാനൽ ഡാറ്റ എന്ന് പറയുന്നത്. ഈ പാനൽ ഡാറ്റയിൽ നമ്മൾ ഈ ക്രോസ് സെക്ഷണൽ യൂണിറ്റ്, സെയിം ക്രോസ് സെക്ഷണൽ യൂണിറ്റ് തന്നെയാണ് ഓവർ പീരിയഡ് നമ്മൾ ഇങ്ങനെ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് ഓരോ ഇയറിലും നമ്മൾ ഇതേ സെയിം സാധനത്തിൽ നിന്ന് ക്രോസ് സെക്ഷണൽ യൂണിറ്റാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിനാണ് പാനൽ ഡാറ്റ എന്ന് പറയുന്നത്. അതായത് സെയിം റാൻഡം ഇൻഡിവിജ്വലിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഒബ്സർവേഷൻ എടുക്കുന്നത്. ഓരോ ഇയർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ ടൈം പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ ഒരേ ഇൻഡിവിജ്വൽസിൽ നിന്നാണ്, റാൻഡമായിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ നിന്ന് തന്നെ ഒബ്സർവേഷൻ എടുക്കുന്നതാണ് പാനൽ ഡാറ്റ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലോങ്കിറ്റ്യൂഡിനൽ ഡാറ്റ എന്നും പറയും. അത് കൺസിസ്റ്റ് ചെയ്യുന്നത് ടൈം സീരീസ് ഡാറ്റ തന്നെയാണ്. ഫോർ ഈച്ച് ക്രോസ് സെക്ഷണൽ മെമ്പർ, നമ്മൾ പറഞ്ഞല്ലോ ക്രോസ് സെക്ഷണൽ മെമ്പറിൽ നിന്നും സെയിം ആയിട്ടുള്ള റാൻഡം ഇൻഡിവിജ്വൽസിൽ നിന്നും തന്നെ ടൈം സീരീസിൽ ഡാറ്റ യൂസ് ചെയ്ത് നമ്മൾ കളക്ട് ചെയ്യുക. അതാണ് പാനൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. If your degree of measurement is 1 day, then your life for 2 days cross-sectional. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 1 ഡേൻ്റെതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ഡേനെ ബേസ് ചെയ്തിട്ടുള്ള ഡാറ്റയാണ് നമ്മൾ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ഡാറ്റ, നമ്മളെ ലൈഫ് ടൈമിൻ്റെ ഡാറ്റയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഡേൻ്റെതാണെങ്കിൽ അത് ക്രോസ് സെക്ഷണൽ എന്ന് പറയും. ഇപ്പോൾ പാസ്റ്റ് 10 ഇയേഴ്സ് അല്ലെങ്കിൽ 5 ഇയേഴ്സ് ഒക്കെ അല്ലെങ്കിൽ 5 ഡേയ്സ് ഒക്കെ ആണെങ്കിൽ അത് ടൈം സീരീസ് ഡാറ്റ എന്ന് പറയും. ഇനിയിപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കുറേ ആൾക്കാരെ ലൈഫാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൽ നമ്മളെ ഫാമിലി ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ പാസ്റ്റ് 10 ഡേയ്സ് ആകുമ്പോൾ അതിൽ പാനൽ ഡാറ്റ എന്നാണ് അത് പറയാം. അപ്പോൾ അവിടെ ക്രോസ് സെക്ഷനലും ഉണ്ട്, ടൈം സീരീസും ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ പാനൽ ഡാറ്റ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതുവരെ ഒന്ന് ഡിസ്കസ് ചെയ്തതൊക്കെ ഒന്ന് ജസ്റ്റ് റീകോൾ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ഉണ്ടെന്ന് പറഞ്ഞ് ന്യൂമറിക്കൽ ഡാറ്റ ഓർ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, പിന്നെ കാറ്റഗറിക്കൽ ഡാറ്റ ഓർ ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ന്യൂമറിക്കൽ ഡാറ്റയെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഡിസ്ക്രീറ്റ് ഡാറ്റ, കണ്ടിന്യൂസ് ഡാറ്റ. കാറ്റഗറിക്കൽ ഡാറ്റയെ നമുക്ക് നോമിനൽ ഡാറ്റ, ഓർഡിനൽ ഡാറ്റ എന്നുള്ളതിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഡിസ്ക്രീറ്റ് ഡാറ്റ എന്ന് പറയുമ്പോൾ പെർട്ടിക്കുലർ നമ്പേഴ്സ് ആയിരിക്കും, ഒരു ഓവർലാപ്പിങ്ങും ഉണ്ടാവില്ല, എന്ത് സ്പെസിഫിക് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും. കണ്ടിന്യൂസ് ആകുമ്പോൾ അതൊരു മെഷർ ചെയ്യാൻ കഴിയുന്നതായിരിക്കും, 2.22 അല്ലെങ്കിൽ 67.8 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും കണ്ടിന്യൂസ് ഡാറ്റയിൽ വരുന്നത്. നോമിനൽ ഡാറ്റയിൽ നമുക്ക് മെയിൽ, ഫീമെയിൽ അങ്ങനെ ജെൻഡർ ഡിസ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ കളർ ഡിസ്ക്രൈബ് ചെയ്യുക, അങ്ങനത്തെ കേസിലൊക്കെയാണ് നോമിനൽ ഡാറ്റ നമ്മൾ യൂസ് ചെയ്യുക. ഓർഡിനൽ ഡാറ്റ വെച്ചാൽ നമ്മൾ പ്രിഫറൻസിനനുസരിച്ച് ഓർഡറിങ് ചെയ്യാണ് ചെയ്യുന്നത്. ഓൾവേസ്, യൂഷ്വലി, സംടൈംസ് അല്ലെങ്കിൽ പ്രിഫറൻസ് അനുസരിച്ച് എഗ്രി, ഡിസെഗ്രി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഓർഡിനൽ ഡാറ്റയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഡിസ്ക്രീറ്റ് ഡാറ്റയും കണ്ടിന്യൂസ് ഡാറ്റയും എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ് ചെയ്തത്. ഡിസ്ക്രീറ്റ് ഡാറ്റയിലുള്ള സ്പെസിഫൈഡ് നമ്പർ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിരിക്കും. അതിൻ്റെ വാല്യൂസൊക്കെ നമുക്ക് കൗണ്ടിങ്ങിലൂടെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓവർലാപ്പിംഗ് ഒന്നും ഉണ്ടാവില്ല, സെപ്പറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും, ഐസൊലേറ്റഡ് പോയിൻറ്റ്സ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. കണ്ടിന്യൂസിൻ്റെ കേസിൽ കണക്റ്റഡ് പോയിൻറ്റ്സ് ആയിരിക്കും. ഇനി വാല്യൂ എന്ന് പറയുന്നത് 2 വാല്യൂവിൻ്റെ ഇടയിലുള്ള വാല്യൂസ് ആയിരിക്കും, ഓവർലാപ്പിംഗ് ഉണ്ടാവും. അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മളൊരു വേരിയബിൾ എന്ന് വെച്ചാൽ എന്താണ്, കോൺസ്റ്റൻറ്റ് എന്താണ്, വേരിയേറ്റ് എന്താണ്, ആട്രിബ്യൂട്ട് എന്താണെന്നൊക്കെ ഓരോന്ന് സ്പെസിഫിക് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്തത്. വേരിയബിൾ എന്ന് വെച്ചാൽ അതൊരു ക്വാണ്ടിറ്റിയാണ്. ആ ക്വാണ്ടിറ്റി ഓരോ ഇൻഡിവിജ്വൽ ഒബ്സർവേഷനും അനുസരിച്ച് മാറിക്കൊണ്ട് നിൽക്കും. അതിനെക്കൊണ്ടാണ് അതിനെ വേരിയബിൾ എന്ന് പറയുന്നത്. ആ മാറിക്കൊണ്ട് നിൽക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഒരു ഗിവൺ സെറ്റിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് ആയിരിക്കും. ആ വാല്യൂവിനെയാണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറയാം. ഇപ്പം നമ്മൾ ഈ ഡൊമെയിനിലുള്ള വാല്യൂ എന്ന് പറയുന്നത് സെയിം എന്നായി റിറ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ, ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ സെയിം എന്നായി റിറ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ആ വേരിയബിളിനെ നമ്മൾ കോൺസ്റ്റൻറ്റ് എന്നാണെന്ന് പറയാം. ഇനി ഒരു ഗിവൺ സെറ്റ് ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ ഡൊമെയിനിലുള്ള പെർട്ടിക്കുലർ ന്യൂമറിക്കൽ വാല്യൂവിനെ ആണ് നമ്മൾ വേരിയേറ്റ് എന്ന് പറയുക. ഒരു വേരിയബിളിൻ്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വാല്യൂവിനെയാണ് നമ്മൾ വേരിയേറ്റ് എന്ന് പറയുക. ഈ വേരിയേറ്റ് നമുക്ക് മെഷർ ചെയ്യാനും കഴിയും അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് കൗണ്ട് ചെയ്യാനും കഴിയും.
അതിന് നമ്മളൊരു എക്സാമ്പിളൊക്കെ കൊടുത്ത്, ഇപ്പോൾ നമ്മളെ കയ്യിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സിൻ്റെ വേജസ് ഉണ്ടെങ്കിൽ വേജ് എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ്. എഗെയിൻ ഇനി നമുക്ക് മീൻ ഓഫ് ദി വേജസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു ഗ്രൂപ്പ്സിൽ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രൂപ്പ്സിൻ്റെയും മീൻ വേജ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ മീനിനെയാണ് നമ്മൾ വേരിയേറ്റ് എന്ന് പറയാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ആട്രിബ്യൂട്ട് എന്താണെന്ന് പറഞ്ഞു. ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല, ബട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ മാത്രം പറ്റും. അങ്ങനെയുള്ള വേരിയബിളിനാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ടൈപ്സ് ഓഫ് ഡാറ്റയിൽ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്താ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്താ, ഡിസ്ക്രീറ്റ് ഡാറ്റ എന്താ, കണ്ടിന്യൂസ് ഡാറ്റ എന്താ, വേരിയബിൾ എന്താ, കോൺസ്റ്റൻറ്റ് എന്താ, വേരിയറ്റ് എന്താ, ആട്രിബ്യൂട്ട് എന്താ, ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇനി നെക്സ്റ്റ് നമുക്ക് ക്വാളിറ്റേറ്റീവ് ഡാറ്റനെ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാമെന്ന് നോക്കാം. ക്വാളിറ്റേറ്റീവ് ഡാറ്റനെ നോമിനൽ, ഓർഡിനലായിട്ട് ക്ലാസിഫൈ ചെയ്യുക. കണ്ടിന്യൂസ് വേരിയബിൾ ആകുമ്പോൾ ഇൻ്റർവൽ റേഷ്യോ എന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുക. ഇൻ്റർവൽ റേഷ്യോ എന്നുള്ളത് നോക്കണ്ട, അതിപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനില്ല. നമുക്ക് നോമിനലിനെ പറ്റിയും ഓർഡിനലിനെ പറ്റിയും മാത്രമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എഗെയിൻ ഈ നോമിനൽ ഡാറ്റ നമുക്ക് ബൈനറി, നോട്ട് ബൈനറി എന്ന് പറഞ്ഞിട്ട് വേർതിരിക്കാൻ കഴിയും. ബൈനറി ഡാറ്റ എന്ന് വെച്ചാൽ അതിൽ 2 പോസിബിലിറ്റീസേ ഉള്ളൂ. ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, യെസ് ഓർ നോ, അങ്ങനെയുള്ളതാണ് ബൈനറി ഡാറ്റയിൽ വരുന്നത്. അപ്പോൾ നോമിനൽ ഡാറ്റ നമ്മൾ പറഞ്ഞു. നോമിനൽ ഡാറ്റ വെച്ചാൽ പേരിൽ മാത്രമാണ് ന്യൂമറിക്കൽ വാല്യൂ ഉള്ളത്. ഈ ജെൻഡർ, റീജിയൻ, ഒക്യുപ്പേഷൻ ഒക്കെ നമ്മൾ 0, 1 അങ്ങനെ നമ്പേഴ്സിൽ കൊടുക്കുകയാണ് ചെയ്യുക നോമിനൽ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ. ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനോ മൾട്ടിപ്ലൈ ചെയ്യാനോ ഒന്നും പറ്റില്ല. പകരം നമുക്ക് ജസ്റ്റ് കൗണ്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഈച്ച് കാറ്റഗറി എത്ര ആൾക്കാരുണ്ട്, എത്ര മെയിലുണ്ട്, എത്ര ഫീമെയിലുണ്ട്, അങ്ങനെ ജസ്റ്റ് കൗണ്ട് ചെയ്യാൻ മാത്രം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നോമിനൽ ഡാറ്റയിൽ. പിന്നെ നമ്മൾ പറഞ്ഞു ഓർഡിനൽ ഡാറ്റ. ഓർഡിനൽ ഡാറ്റയിൽ നമുക്ക് ഡിഫറെൻറ്റ് ഓർഡർ ആക്കിയിട്ടാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. എഗ്രി, ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി, സ്മോൾ, മീഡിയം, ലാർജ്, അങ്ങനെ ഓർഡേഴ്സ് ആക്കിയിട്ടാക്കുന്നതാണ് ഓർഡിനൽ ഡാറ്റയിൽ ഉള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം എന്താ, ഓർഡിനൽ ഡാറ്റ എന്ന് പറയുന്നത് ഓർഡിനൽ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നോമിനൽ സ്കെയിൽ ഓഫ് മെഷറിനേക്കാളും ഹയർ ഗ്രേഡിലുള്ളതാണ്. ഓർഡിനൽ സ്കെയിലിനെ നമുക്ക് നോമിനലാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. നോമിനൽ ഡാറ്റ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഓർഡിനൽ ഡാറ്റ യൂസ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. ഓർഡിനൽ ഡാറ്റനൊക്കെ നമുക്ക് 0, 1, 2 അങ്ങനെ നമ്പേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്ത് നോമിനൽ രൂപത്തിൽ ചെയ്യാൻ പറ്റും. ബട്ട് നോമിനൽ ഡാറ്റയെ നമുക്ക് ഓർഡിനലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതൊക്കെയാണ് നമ്മൾ ഡാറ്റ കാറ്റഗറീസ് ഓഫ് ഡാറ്റനെ പറ്റി ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെ ഡിസ്കസ് ചെയ്ത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ, ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, പിന്നെ ഡിസ്ക്രീറ്റിൽ വരുന്ന നോമിനൽ, ഓർഡിനൽ, അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് 4 ടൈപ്സ് ഓഫ് ഡാറ്റ എന്തൊക്കെയാണെന്നുള്ളതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ടൈം സീരീസ് ഡാറ്റ, ക്രോസ് സെക്ഷൻ ഡാറ്റ, പൂൾഡ് ഡാറ്റ ആൻഡ് പാനൽ. പൂൾഡ് ഡാറ്റ എന്ന് വെച്ചാൽ ടൈം സീരീസിൻ്റെയും ക്രോസ് സെക്ഷൻ ഡാറ്റേൻ്റെയും രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് പൂൾഡ് ഡാറ്റയിൽ വരുന്നത്. പാനൽ ഡാറ്റ എന്ന് പറയുന്നത് പൂൾഡ് ഡാറ്റ തന്നെ, അതിൻ്റെ ഒരു സ്പെഷ്യൽ ടൈപ്പാണ്. അതിൽ സെയിം ക്രോസ് സെക്ഷണൽ യൂണിറ്റ് തന്നെയാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈം പോയിന്റിൽ കാൽക്കുലേറ്റ് ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യുക. അതിനാണ് പാനൽ എന്ന് പറയുന്നത്, പാനൽ ഡാറ്റ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ടൈം സീരീസ് എന്താണെന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്തു. ടൈം സീരീസ് എന്ന് വെച്ചാൽ ഒരു ഡിഫറെൻറ്റ് ടൈം പോയിൻറ്റ്സിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന സെറ്റ് ഓഫ് ഒബ്സർവേഷനാണ് ടൈം സീരീസ് ഡാറ്റ എന്ന് പറയുന്നത്. ഈ ടൈം സീരീസ് ഡാറ്റ റാൻഡം സാമ്പിൾ യൂസ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പല പ്രോബ്ലംസും കൺസിഡർ ചെയ്യേണ്ടി വരും. അത് നമ്മൾ വീക്ക്ലി ബേസിൽ അല്ലെങ്കിൽ മന്ത്ലി ബേസിൽ, ആനുവൽ ബേസിൽ അങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർ എവറി 5 years അല്ലെങ്കിൽ ഫോർ എവറി 10 days അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ടൈം സീരീസ് ഡാറ്റ കളക്ട് ചെയ്യാം. ഈ ടൈം സീരീസ് ഡാറ്റേൻ്റെ മെയിൻ കമ്പോണൻസ് ആയിട്ട് വരുന്നതാണ് ഈ ട്രെൻഡ്സ്, സീസണാലിറ്റി എന്നുള്ളതൊക്കെ. ട്രെൻഡ് എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ സെയിലാണെങ്കിൽ അതിന് ഇൻക്രീസിങ് ട്രെൻഡാണോ ഉള്ളത്, ഡിക്രീസിങ് ട്രെൻഡാണോ ഉള്ളത് എന്നൊക്കെ. ഒരു 5 കൊല്ലത്തെ ഒരു പ്രോഡക്റ്റിൻ്റെ സെയിലാണെങ്കിൽ ആ ഓരോ കൊല്ലം കഴിയുമ്പോൾ അവിടെ ഇൻക്രീസ് ആണോ, പ്രൊഡക്റ്റിൻ്റെ സെയിലിൽ ഇൻക്രീസ് ആണോ വരുന്നത്, ഡിക്രീസ് ആണോ വരുന്നത് എന്നൊക്കെയാണ് ട്രെൻഡ്സിൽ നോക്കുന്നത്. സീസണാലിറ്റി എന്ന് വെച്ചാൽ ഓരോ സീസൺ അനുസരിച്ചിട്ട് സെയിലിൽ വ്യത്യാസം വരുന്നുണ്ടോ ഇല്ലേ നോക്കുന്നതാണ് സീസണാലിറ്റിയിലുള്ളത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്രോസ് സെക്ഷൻ ഡാറ്റ ആണ്. ക്രോസ് സെക്ഷൻ ഡാറ്റ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈമിൽ നമ്മൾ 1 or more വേരിയബിൾസിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് ക്രോസ് സെക്ഷൻ ഡാറ്റ എന്ന് പറയുന്നത്.
ഇതിലെ സാമ്പിൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആവാം, ഹൗസ് ഹോൾഡ് ആവാം, ഹോം ആവാം, സിറ്റീസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം, ബട്ട് ടേക്കൺ അറ്റ് എ ഗിവൺ പോയിൻ്റ് ഓഫ് ടൈം. ഇതിനും പെർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈമിലാണ് ഇത് കളക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ പൂൾഡ് ഡാറ്റയും പാനൽഡ് ഡാറ്റയും എന്താണെന്നാണ് ഡിസ്കസ് ചെയ്തത്. പൂൾഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ടൈം സീരീസ് ഡാറ്റൻ്റെയും ക്രോസ് സെക്ഷൻ ഡാറ്റൻ്റെയും കോമ്പിനേഷനാണ്. പാനൽ ഡാറ്റ എന്ന് പറയുന്നത് പൂൾ ഡാറ്റൻ്റെ ഒരു സ്പെഷ്യൽ ടൈപ്പായിട്ടുള്ള ആണ് പാനൽ ഡാറ്റ എന്ന് പറയുന്നത്. ഓവർ ടൈമിൽ നമ്മൾ സെയിം ക്രോസ് സെക്ഷണൽ യൂണിറ്റിൽ തന്നെ സർവേ നടത്തുന്നതാണ് പാനൽ ഡാറ്റ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എക്സാമ്പിളാണ് ഡിസ്കസ് ചെയ്തത്. ഒരു പെർട്ടിക്കുലർ ഡേയിലുള്ള നമ്മളെ ലൈഫാണ് നോക്കണമെന്നുണ്ടെങ്കിൽ അത് ക്രോസ് സെക്ഷനാണ്. പാസ്റ്റ് 10 days ആണെങ്കിൽ അത് ടൈം സീരീസാണ്. ഇനി കുറേ ആൾക്കാർ ഇൻക്ലൂഡിങ് ആ ഫാമിലിയും കൂടി ഓവർ പാസ്റ്റ് 10 days ആണെങ്കിൽ അത് പാനൽ ഡാറ്റയാണ്.